ഭീകര സംഘടനകൾ ഒന്നിച്ചു വന്ന് 24 വർഷം മുൻപ് നടത്തിയ പാർലമെന്റ് ആക്രമണം. ആ രണ്ട് സംഘടനകളുടെയും പാകിസ്ഥാനിലെ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്തത്. ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും. പാർലമെന്റ് ആക്രമണത്തിൽ നമ്മുടെ 9 സുരക്ഷാ ഭടന്മാർ കൊല്ലപ്പെട്ടു. നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ പാകിസ്ഥാൻ പൗരന്മാരായ 5 ഭീകരരെയും കൊന്നു. 2 വ്യാഴവട്ടം കഴിഞ്ഞിട്ടും അതേ സംഘടനകൾ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യക്ക് ഭീഷണിയായി തുടരുന്നത്. പാർലമെന്റ് ആക്രമണത്തിലെ വസ്തുതകളിലേക്കാണ് ഇന്നത്തെ സത്യം പറയട്ടെ. സ്വാഗതം. ഡിസംബർ 13 രാവിലെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ദിവസമാണ്. കാർഗിൽ യുദ്ധത്തിൽ മരിച്ചവർക്കായി ശവപ്പെട്ടി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചുള്ള ബഹളത്തിൽ മുങ്ങി നിൽക്കുകയാണ് പാർലമെന്റ്. ബഹളം ഉച്ചസ്ഥായിയിലായതോടെ പാർലമെന്റ് പിരിഞ്ഞു. ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു രാജ്യത്തെ നടുക്കിയ സംഭവങ്ങൾ. സമയം രാവിലെ 11:25. സുരക്ഷാ ഭടന്മാരുടെ യൂണിഫോം ധരിച്ച 5 പേർ ഒരു അംബാസഡർ കാറിൽ പാർലമെന്റ് സമുച്ചയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഹംസ, ഹൈദർ, റാണ, രൺവിജയ്, മുഹമ്മദ് എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകളെന്നാണ് പിന്നീട് അറസ്റ്റിലായവർ പറഞ്ഞത്. 5 പേരും പാകിസ്ഥാൻ പൗരന്മാരാണ്. ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകരുമാണ്. ഇതിൽ മുഹമ്മദ് ഖാണ്ഡഹാറിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചിയ കേസിലും പ്രതിയാണ്. കാറ് ഗേറ്റ് കടന്നയുടനെ തുരുതുരെ വെടിവെക്കാൻ തുടങ്ങി. പാർലമെന്റിലെ 5 സുരക്ഷാ ഭടന്മാർ ആദ്യം തന്നെ ഇവരുടെ വെടിയേറ്റ് മരിച്ചു. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിമിഷം നേരം കൊണ്ട് സ്ഥലത്തെത്തി. അതിശക്തമായ വെടിവെപ്പിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി കൊല്ലപ്പെട്ടു. 5 ഭീകരരും അവിടെ തന്നെ വെടിയേറ്റ് മരിച്ചു. 2 ദിവസത്തിന് ശേഷം ഡിസംബർ 15 ഡൽഹി പോലീസ് ജമ്മുവിലെത്തി അഫ്സൽ ഗുരുവിനെ അറസ്റ്റ് ചെയ്തു. ജെയ്ഷെ മുഹമ്മദിന്റെ അംഗമാണ് മുഹമ്മദ് അഫ്സൽ ഗുരു. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ സക്കീർ ഹുസൈൻ കോളേജിലെ അധ്യാപകനായ സയ്യിദ് റഹ്മാൻ ഗിലാനിയെയും ഷൗക്കത്ത് ഹുസൈനെയും ഭാര്യ അഫ്സൻ ഗുരു എന്ന നവജോത് സന്ധുവിനെയും അതേ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു. അതിവേഗം അന്വേഷിച്ച കേസിൽ ഗിലാനിക്കും ഷൗക്കത്ത് ഹുസൈനും അഫ്സൽ ഗുരുവിനും 2002 ഡിസംബർ 18 വധശിക്ഷ വിധിച്ചു. ഇതിനിടെ കേസിലെ മുഖ്യപ്രതിയായ ഖാസി ബാബ എന്ന ജെയ്ഷെ മുഹമ്മദ് നേതാവ് അതിർത്തി രക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. 2003 ഓഗസ്റ്റ് 30 അത്. 2005 ഓഗസ്റ്റ് 4 അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ സുപ്രീം കോടതി ശരിവെച്ചു. ഷൗക്കത്ത് ഹുസൈന്റെ വധശിക്ഷ 10 വർഷത്തെ കഠിന തടവായി കുറച്ചു. 2006 സെപ്റ്റംബർ 26 അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റാൻ ഡൽഹി കോടതി ഉത്തരവിട്ടു. 2007 അഫ്സൽ ഗുരുവിന്റെ പുനഃപരിശോധനാ അപേക്ഷയും സുപ്രീം കോടതി തള്ളി. 2013 ഫെബ്രുവരി 3 പ്രസിഡന്റ് പ്രണബ് മുഖർജി അഫ്സൽ ഗുരുവിന്റെ ദയാഹർജി തള്ളി. ഫെബ്രുവരി 9 അഫ്സൽ ഗുരുവിനെ തിഹാർ ജയിലിൽ തൂക്കിലേറ്റി. ഇതിനിടെ ഷൗക്കത്ത് ഹുസൈൻ ജയിൽ മോചിതനായിരുന്നു. താലിബാനും അൽ ഖായിദയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. പാകിസ്ഥാന്റെ ചാരസംഘടന ISIയുടെ പിന്തുണയോടെ 2000 രൂപീകരിച്ചതാണ് സംഘടന. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം മുഖ്യ അജണ്ടയായി സ്വീകരിച്ചിട്ടുള്ള സംഘടനയിൽ ഇരുഭാഗത്തുമുള്ള കശ്മീരിലെ യുവാക്കളെയാണ് ചേർക്കുന്നത്. സംഘടന ശ്രദ്ധയിലെത്തുന്നത് 2001 ഒക്ടോബറിലെ ജമ്മു കശ്മീർ നിയമസഭാ ആക്രമണത്തോടെയാണ്. 2 മാസത്തിനു ശേഷമായിരുന്നു രാജ്യത്തെ നടുക്കിയ പാർലമെന്റ് ആക്രമണം. പാകിസ്ഥാനിലും വിരോധിച്ചെങ്കിലും സംഘടന സജീവമായി തന്നെ പ്രവർത്തനം തുടരുകയായിരുന്നു. ഇടക്കാലത്തെ മെല്ലെപ്പോക്കിന് ശേഷം 2016 പത്താൻകോട്ട് ആക്രമണം, ഉറി ആക്രമണം, 2019 പുൽവാമ ആക്രമണം എന്നിവ ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും ജെയ്ഷെ മുഹമ്മദായിരുന്നു. ഇക്കാലത്തെല്ലാം പാക് അധീന കശ്മീരിലും പാകിസ്ഥാനിൽ തന്നെയും നിരവധി താവളങ്ങൾ നിർമ്മിച്ചു. ഹാഫിസ് സയ്യിദ് 1985 രൂപീകരിച്ചതാണ് ലഷ്കർ-ഇ തൈബ. കൃത്യം 40 വർഷമായി പാകിസ്ഥാനിൽ ഒരല്ലലുമില്ലാതെ പ്രവർത്തിക്കുകയാണ് സംഘടന. ഐക്യരാഷ്ട്ര സംഘടന, അമേരിക്ക, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെല്ലാം തീവ്രവാദി സംഘടനയായി പ്രഖ്യാപിച്ച് നിരോധിച്ചതാണ്.
പാകിസ്ഥാന്റെ ISIയും സൈന്യവും നേരിട്ട് നിയന്ത്രിക്കുന്ന സംഘടനയായാണ് ലഷ്കർ-ഇ-തയ്ബ അറിയപ്പെടുന്നത്. 2000-ലെ ചെങ്കോട്ട ആക്രമണം, 2005-ലെ ഡൽഹി ബോംബാക്രമണം, മുംബൈ ട്രെയിൻ ആക്രമണം, 2008 നവംബർ 26-ലെ മുംബൈ ഭീകരാക്രമണം, 2014-ലെ കശ്മീരിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമം എന്നിവയെല്ലാം നടത്തിയത് ലഷ്കർ-ഇ-തൊയ്ബയാണ്. മില്ലി മുസ്ലിം ലീഗ്, ജമാഅത്ത് ഉദ്ദവ എന്നീ സംഘടനകളും ലഷ്കർ തന്നെ സ്ഥാപിച്ചതാണ്. ഇന്ത്യയെ നശിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള സംഘടനയുടെ രണ്ടാമത്തെ ശത്രു ഇസ്രയേലാണ്. സലഫിസത്തെ ഭീകരതയിലേക്ക് പരിവർത്തനം ചെയ്ത് നടപ്പാക്കിയ സംഘടന എന്ന ദുഷ്പേരും ലഷ്കറിനുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടെങ്കിലുമായിട്ട് ഇന്ത്യയുടെ യുദ്ധം ഈ സംഘടനകൾക്കെതിരെയാണ്. BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഈ സംഘടനകൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടപ്പാക്കും. 2001-ലെ പാർലമെന്റ് ആക്രമണം വാജ്പേയി സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ 2008-ലെ മുംബൈ ഭീകരാക്രമണം മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴാണ്. പുൽവാമയും ഉറിയും പത്താൻകോട്ടും പഹൽഗാമുമെല്ലാം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും. പാകിസ്ഥാനാണ് ആസ്ഥാനമെങ്കിലും ഈ 2 സംഘടനകളും ലക്ഷ്യമിടുന്നത് ജമ്മു കശ്മീരിനെയാണ്. അതിനായി പണവും ആയുധവും ഇറക്കുന്നത് ഒരു സംശയവുമില്ലാതെ പാകിസ്ഥാൻ സൈന്യവുമാണ്. നമസ്കാരം.